അതിലേറ്റവും പ്രധാനി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രിയാകാൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാം. മോൻസ് ജോസഫ് അടക്കമുള്ള ആളുകൾക്ക് മന്ത്രിയാകാൻ പാടില്ലാഴികയില്ല. പി ജെ ജോസഫിൻ്റെ പുത്രൻ തൊടുപുഴയിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. ശ്രീ ചാണ്ടി ഉമ്മൻ അടുത്ത തവണയും പുതുപ്പള്ളിയിൽ മത്സരിക്കും. അദ്ദേഹത്തിൻ്റെ പിതാവ് ശ്രീ ഉമ്മൻചാണ്ടി 1977 32ാമത്തെ വയസ്സിലാണ് അന്നത്തെ തൊഴിൽ ഭവന നിർമ്മാണ മന്ത്രിയായി കേരളത്തിൽ അധികാരത്തിൽ വരുന്നത്. ചാണ്ടി ഉമ്മന് ഇപ്പോൾ 39 വയസ്സുണ്ട്. അതുകൊണ്ട് ഈ 39 വയസ്സിൽ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി കാലം മുതൽ തന്നെ അദ്ദേഹം 2026 വരുമ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കോട്ടയത്തിൻ്റെ ചിത്രം എന്തായിരിക്കും? കോട്ടയത്ത് നിന്ന് ഭാവിയിൽ മന്ത്രിസഭയിലേക്ക് എത്താൻ കെൽപ്പുള്ള സാധ്യതയുള്ള നേതാക്കളെക്കുറിച്ച് എന്തെങ്കിലും ഒരു പിക്ചറുണ്ടോ? കോട്ടയത്ത് നിന്ന് UDF അധികാരത്തിലേക്ക് വന്നാൽ പല ആളുകൾ മന്ത്രിമാരാകാൻ സാധ്യതയുണ്ട്. അതിലേറ്റവും പ്രധാനി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് മന്ത്രിയാകാൻ വേണമെങ്കിൽ മുഖ്യമന്ത്രിയാകാം. ആരാകും, അതായേ തീരൂ എന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു അഭിപ്രായമൊന്നുമില്ല. ആകാം. അല്ലാതെ കോട്ടയത്തെ 9 MLA-മാരിൽ 4 MLA-മാർ UDFൻ്റെ കൂടെ ഉണ്ട്. അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് അംഗസംഖ്യ വർദ്ധിക്കും. കഴിഞ്ഞ തവണ ജയിച്ച പല ആളുകളും LDF-കാർ തോക്കുമെന്നല്ല, തോപ്പിക്കും. അതുകൊണ്ട് UDF കുറേ കൂടി മെച്ചപ്പെട്ട പ്രകടനം നടത്തും. അങ്ങനെ ജയിച്ചു വരുന്ന ആളുകൾക്ക് മന്ത്രിയാകാൻ കഴിയുന്ന പല ആളുകളും വരാൻ സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ.